2014 പജേറോ സ്പോർട്ട് 4-wheel ഡ്രൈവ്. അപ്പോൾ ഇങ്ങനത്തെ കാറുകൾ, ഫോർച്യൂണർ, ജിംനി, 4-wheel വണ്ടികൾ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് ഓഫ് റോഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് സസ്പെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഹൈവേയിലുള്ള പെർഫോമൻസിനെ അത് കോംപ്രമൈസ് ചെയ്യാറുണ്ട്, സ്റ്റെബിലിറ്റിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഓഫ് റോഡിനും ഓൺ റോഡിനും വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി ബാധിക്കാത്ത രീതിയിൽ എന്നാൽ ടോപ്പ് പെർഫോമൻസ് വരുന്ന രീതിയിൽ എങ്ങനെ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം? ഈ കാറുകളെല്ലാം 4-wheel ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നോർമലി ഇത്രയും ക്ലിയറൻസ് ഇട്ടിട്ടാണ് OEM വണ്ടി സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ഇതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇതൊരു 2 ഇഞ്ച് ലിഫ്റ്റ് ആണ് വരെ, ഏകദേശം വെഹിക്കിൾ ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് ആവും. അതിൻ്റെ കൂടെ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറുകയും ചെയ്യും. ഓഫ് റോഡിന് പൊതുവെ യൂസ് ചെയ്യുന്ന സസ്പെൻഷൻസ് എല്ലാം സോഫ്റ്റ് ആണ്. നമ്മൾ ഇനി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈവേയിൽ ഒരു 100 എബോവ് നമ്മൾ ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ടേൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴോ ഇതിൻ്റെ സ്റ്റെബിലിറ്റീനെ കാര്യമായിട്ട് ഇത് ബാധിക്കാറുണ്ട്. കാരണം സോഫ്റ്റ് സസ്പെൻഷനുമാണ്, ലിഫ്റ്റാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറിയിട്ടുണ്ട്. ഈ സമയത്താണ് ടീനിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ, ഈ ഒരു പജേറോ സ്പോർട്ട് ഓണറിന് ഹൈവേയിൽ 100% കയ്യിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ വേണം, എന്ന് ഓഫ് റോഡിന് യൂസ് ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ടീനിൻ്റെ 4x4 സസ്പെൻഷൻ വരുന്നത്. ഈ ഡാമ്പർ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ലിഫ്റ്റ് വരുന്ന സ്പ്രിങ്സും കൂടി അവൈലബിൾ ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2 ഇഞ്ച് ലിഫ്റ്റ് നമുക്ക് കിട്ടും. മാത്രമല്ല ഇതിലൊരു സ്പ്രിങ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഫ്രണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. ഇനി എങ്ങനെയാണ് ടീൻ സസ്പെൻഷൻ സ്റ്റെബിലിറ്റീനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇതാണ് ഫ്രണ്ട് ഡാമ്പേഴ്സ് വരുന്നത്. ഈ ഡാമ്പറിൽ തന്നെ ഇവൻ ബൂട്ടിൽ വരെ ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബൂട്ടിലെല്ലാം ഹോളുണ്ട്. ഈ താഴത്തുള്ള ഹോളും മേളുള്ള ഹോളും അതിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. കാരണം ഡാമ്പർ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഹീറ്റ് പുറത്തേക്ക് പുഷ് ചെയ്ത് കളയാനായിട്ടാണ് ഹോള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സൈഡും ഉണ്ട്. അത് ഇതിൻ്റെ റിലയബിലിറ്റി നല്ല രീതിയിൽ ബാധിക്കും. ഇനി സ്റ്റെബിലിറ്റി, ഇതിൽ ഡാമ്പിങ് ഫോഴ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഓറിഫേസും ഇതിനകത്ത് കൂടെ ഒരു നീഡിലും ഉണ്ട്. ഈ നീഡിൽ ഇതിന് മുമ്പും വീഡിയോ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ നീഡിൽ നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഷൻ ഫുള്ള് സ്റ്റിഫ് ആവുകയാണ് ചെയ്യുക. ടീൻ ഓഫ് റോഡിൽ മാത്രമാണ് ഇത് സോഫ്റ്റ് ആക്കി വെക്കത്തുള്ളൂ. നമ്മൾ ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ടിൽറ്റ് ചെയ്ത് മാക്സിമം സ്റ്റിഫർ സസ്പെൻഷനായിട്ടാണ് പെർഫോം ചെയ്യുക. അതായത് നമ്മൾ മാക്സിമം സ്റ്റിഫർ സസ്പെൻഷൻ നമ്മൾ ഹൈവേയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെബിലിറ്റിയും കോൺഫിഡൻസ് ഉണ്ട്. അത് 100% ടീൻ ഒരു ഡ്രൈവറിന് ഹൈവേയിൽ ക്രൂസിങ്ങിൽ കിട്ടും. ഇനി നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ ഈ സെയിം സസ്പെൻഷനിൽ തന്നെ ഡാമ്പിങ് ഫോഴ്സ് ചേഞ്ച് ആവുകയാണ് ചെയ്യുക. ഹൈറ്റ് സിമിലർ ആയിരിക്കും, ഹൈറ്റിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് മാക്സിമം സോഫ്റ്റായി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ട്രാക്ഷൻ കിട്ടുന്ന രീതിയിലും ആർട്ടിക്കുലേഷൻസ് നമുക്ക് ഓഫ് റോഡിലും എടുക്കാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ മാത്രമല്ല റിയറിലും നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്നതാണ് ഈ ഒരു മോട്ടർ. ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ മോട്ടറാണ് സസ്പെൻഷൻ്റെ ഡാമ്പിങ് ഫോഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ വെഹിക്കിളിൽ കസ്റ്റമർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള EDFC 5 ആണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ആക്റ്റീവ് പ്രോ എന്നുള്ള മോഡലാണ്. EDFC ഇലക്ട്രോണിക് ഡാമ്പിങ് ഫോഴ്സ് കൺട്രോൾ. പേരിലെ പോലെ തന്നെ ഡാമ്പിങ് ഫോഴ്സ് മോട്ടറിന് കൊടുക്കുന്ന ഇൻപുട്ട് എല്ലാം പോകുന്നത് ഈ ഒരു ഡിവൈസിൽ നിന്നാണ്. ഈ ഡിവൈസാണ് വെഹിക്കിളിൻ്റെ മൂവ്മെൻറ്റ്, GPS എന്ന സ്പീഡെല്ലാം എടുത്തിട്ട് ടേണിങ്, ബ്രേക്കിംഗ് എല്ലാ സാധനങ്ങളും അനുസരിച്ച് സസ്പെൻഷൻ മാറ്റുന്നത് ഈ ഒരു മൊഡ്യൂളാണ്. EDFC 5 ജെർക്ക് കൂടെ സെൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ഇറഗുലർ പാറ്റേൺ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പാറ്റേൺ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ നിന്ന് വെഹിക്കിൾ ജെർക്കുന്നത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൽഗോരിതം വെച്ചിട്ട് എല്ലാ സസ്പെൻഷനും ഇൻഡിവിജ്വലി ഡയഗണലി ക്രോസ് ചെയ്തിട്ട് പല രീതിയിലും ഡാമ്പിംഗ് ഫോഴ്സിനെ ചേഞ്ച് ചെയ്ത് ഏറ്റവും സ്യൂട്ടബിൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുക. ഇത് AI ആണ്, മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ആ ടെറൈൻ സെൻസ് ചെയ്യും, ജെർക്ക് റെഡ്യൂസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള രീതിയിലൊരു സ്റ്റെബിലിറ്റി മാക്സിമം തരും. അതിനൊരു ഡ്രൈവ് വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അപ്പോൾ 4x4 സസ്പെൻഷൻ പ്ലസ് EDFC 5 ചെയ്തിട്ടുള്ള വെഹിക്കിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കിയാലോ. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് റോഡിലുള്ള പെർഫോമൻസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന്. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ വെഹിക്കിള് 2 ഇഞ്ച് ലിഫ്റ്റ് ഉണ്ട്, എന്നാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലായ്മയൊന്നും നമുക്ക് റോഡിൽ ഫീൽ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇതാണ് EDFC 5 എന്നുള്ള മൊഡ്യൂൾ. ഇപ്പോൾ ഇതിനകത്ത് ജെർക്ക് സെൻസിങ് ഉണ്ട്. പിന്നെ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ സ്പീഡും ഇതിനകത്തുള്ള ആംഗിൾസ് എല്ലാം അത് റെക്കഗ്നൈസ് ചെയ്യും. ഇനി സ്ക്രീനിൽ നോക്കിക്കോ, ഞാനിപ്പോൾ സ്ലോ ചെയ്യുമ്പോൾ ഇതൊരു 16 ലെവലിലോട്ട് വരും. അതെന്താണെന്ന് വെച്ചാൽ 16 മീൻസ് ഏറ്റവും സോഫ്റ്റാണ്, മാക്സിമം സോഫ്റ്റിൽ വരിക. കാരണം എനിക്ക് ഹമ്പ് എടുക്കണം, ആക്ഷൻ ഫുള്ള് കിട്ടണം, ആ രീതിയിലുള്ള. എന്നാൽ ഞാൻ ഹൈവേന്ന് ഇപ്പം ഹമ്പ് കഴിഞ്ഞ് പാലത്തിൻ്റെ എഡ്ജ് കഴിഞ്ഞ് ഞാനിപ്പം പെഡൽ ചെയ്യാൻ പോവാണ്. അപ്പം ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വണ്ടിയുടെ ആ ഒരു സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിനെ അത് ബാധിക്കും. അപ്പോൾ സസ്പെൻഷൻ ഓട്ടോമാറ്റിക്കലി GPS ഇൻപുട്ട് വെച്ചിട്ട് ഇതിനെ ഹാർഡ് ആക്കുകയാണ് ചെയ്യുക. സസ്പെൻഷൻ്റെ
അപ്പം ഞാൻ മൂവ് ചെയ്യാണ്, ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് കൂടുന്തോറും സസ്പെൻഷൻ സ്റ്റിഫ് ആവണമെന്നുള്ള ഇൻപുട്ടാണ് ഇതിനകത്ത് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. 15 മീൻസ് അത് കുറച്ച് സ്റ്റിഫായി, 14 വീണ്ടും സ്റ്റിഫായി, കാരണം ഞാൻ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 20 എബവ് ആയി, ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ പോവുകയാണ്. 30 ആയി, ഇപ്പം 11. ഇപ്പം ആക്ഷൻ കുറഞ്ഞിട്ട് മാക്സിമം സ്റ്റിഫ്നെസ്സിലോട്ട് ഇപ്പോൾ വരും. ഞാൻ ഓട്ടോമാറ്റിക്കലി ഇത് 0ലേക്ക് വരും. 0 മീൻസ് മാക്സിമം സ്റ്റിഫാണ്. നിങ്ങളൊരു മിനി കൂപ്പറോ അല്ലെങ്കിൽ ഏത് വെഹിക്കിൾ വേണമെങ്കിലും എടുത്തോ, അതിൻ്റെ ഹാർഡ് സസ്പെൻഷനുള്ള വെഹിക്കിൾ റോഡിൽ എങ്ങനെ പെർഫോം ചെയ്യോ ആ ഒരു പെർഫോമൻസ് റോളിംഗ് ഇല്ലാതെ ഇത്രയും ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു SUV പെർഫോമൻസ് നമുക്ക് റോഡിൽ തരും, ആ ഒരു കൺട്രോളും തരും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സോഫ്റ്റായി, കാരണം ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ EPSൽ സ്പീഡ് എടുക്കുന്നുണ്ട്. 43 ആയി, 44, 60 നോക്കോ. ഇപ്പോൾ ഫുൾ സ്റ്റിഫാണ് സസ്പെൻഷൻ. എൻ്റെ കയ്യിലാണ് ഇപ്പോൾ വണ്ടി, കറക്റ്റ് എൻ്റെ ഫുൾ കൺട്രോളിലാണ് ഇപ്പോൾ ഈ വണ്ടി ഉള്ളത്. കാരണം റോളിംഗ് ഫുൾ ക്യാൻസൽ ചെയ്തിട്ട് ഫുൾ സ്റ്റിഫ് ആയതുകൊണ്ടാണ്. ഇനി സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വരും. ഇനി ഞാൻ ടേൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല, ആരും ഇതൊന്ന് സൂം ചെയ്യോ. ഞാനിപ്പം വെഹിക്കിൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടിൽറ്റ് സെൻസ് ചെയ്തിട്ട് റോളിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്നർ ഔട്ടർ ഡയഗണലി പല രീതിയിലും സസ്പെൻഷൻ ഇതിൻ്റെ പെർഫോമൻസ് മാറ്റും. കാരണം മാക്സിമം ജർക്ക് റെഡ്യൂസ് ചെയ്യാന്നുള്ളതും പിന്നെ റോളിംഗ് റെഡ്യൂസ് ചെയ്യാന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് വരുന്നത്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന EDFC കൊണ്ടാണ്. ഞാനിപ്പോൾ 60 എബവ് ആണ്, സസ്പെൻഷൻ സ്റ്റിഫാണ്. ഇതാണ് സ്റ്റെബിലിറ്റി പറയുന്നത്. ഞാനിപ്പോൾ റൈറ്റ് എടുക്കുന്നു, വെഹിക്കിൾ എൻ്റെ കയ്യിൽ അണ്ടർ കൺട്രോളാണ്. നേരത്തെ ബിഫോർ എങ്ങനെയെന്ന് നോക്കിക്കോ, ഇത്രയും റോളിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് എൻറ്റയർ ക്യാൻസലായി. ഇനി ഞാനിപ്പോൾ ഹമ്പ് വന്നു, സ്ലോ ചെയ്യാണ്. ഇപ്പം ആക്ഷൻ ഫുൾ ആക്ഷൻ 13ലോട്ട് വന്നിട്ടുണ്ട്. ഇനിയും സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ 16ലോട്ട് പോകും, മാക്സിമം സോഫ്റ്റർ. അപ്പോൾ EDFC 5ൻ്റെ വർക്കിങ്ങും സസ്പെൻഷൻ്റെ ഡിഫറൻസ് എല്ലാം ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. അപ്പോൾ അടുത്ത വെഹിക്കിളിൽ മറ്റൊരു വർക്കുമായിട്ട് കാണാം.